ദേ അറ്റൻഡ് ചെയ്യുന്ന 90% പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള യെറ്റ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിന്റെ എറർ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. It is easy for Raghav to reach the shelf as he is taller than me. ഇത് മൊത്തത്തിൽ വായിക്കുമ്പം ചേട്ടാ ഇതില് എന്താ ഇപ്പൊ ഇത്ര എറർ, തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നോ എററിലേക്ക് പോകാൻ വരട്ടെ. There is a tiny grammar mistake that most people completely overlook. അതായത് ഉത്തമ, അവൻ എന്നെക്കാളും ഉയരമുള്ളവനാണെന്ന് പറയുമ്പം he is taller than me എന്നല്ല പറയേണ്ടത്. We have to say he is taller than I. But why? ട്രഡീഷണൽ ഗ്രാമറിൽ ഈ ദാനിനെ, പ്രത്യേകിച്ച് ഒരു കമ്പാരിറ്റീവ് സ്ട്രക്ചറിൽ ഈ ദാനിന് ശേഷം നമ്മളൊരു സബ്ജക്ട് പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിൽ നമ്മൾ ഈ ദാനിനെ ഒരു പ്രിപ്പോസിഷൻ ആയിട്ടല്ല കരുതുന്നത്, മറിച്ച് ഒരു കൺജങ്ഷൻ ആയിട്ടാണ്. ആൻഡ് വി നോ, ഒരു കൺജങ്ഷന് ശേഷം സ്വാഭാവികമായിട്ട് ഒരു സെന്റൻസോ ക്ലോസോ ആണ് ഉണ്ടാവുക, അല്ലെ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. സോ ഇതാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഹി ഈസ് ടോളർ ദാൻ ഐ ആം. അപ്പൊ ഇവിടെ ഒരു ദാന് കാണാം, ദാനിന് ശേഷം ഒരു ക്ലോസ് ഉണ്ട്, ഐ ആം. ഇവിടെ ഒരു വെർബ് ഉണ്ട്, ആം. അത് ഇംപ്ലൈഡ് ആണ്, നമ്മൾ അത് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വെർബ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇംപ്ലൈഡ് വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ആര് വരുന്നത്? ഐ വരുന്നത്. അപ്പൊ ഗ്രാമാറ്റിക്കലി, ലോജിക്കലി നമുക്കിവിടെ സബ്ജക്ട് പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം അത് ഇംപ്ലൈഡ് വെർബിന്റെ സബ്ജക്റ്റ് ആണ്. ആൻഡ് ഇവിടെ ആം എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഐയുടെ തൊട്ടിപ്പുറത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിച്ചാലും ഈ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. സോ ഇപ്പം ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ഇതുപോലെ നമ്മളൊക്കെ ഓവർലുക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ അടിപൊളിയായി പഠിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ബലവത്താക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SSC മലയാളിയുടെ അഡ്വാൻസ് മിഷൻ ബാച്ച് ഈ മാസം 16 ആരംഭിക്കുകയാണ്. അപ്പം ഒന്നും നോക്കണ്ട, കൂടെ കൂടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം.